അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൊട്ട് മുമ്പ് നടന്ന UPS എക്സാമിന്റെ PYQ, അതിൽ തന്നെ ട്രാൻസ്ലേഷൻ ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ പാർട്ടിന്റെ ഡിസ്കഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന്റെ ചോദ്യോത്തര ചർച്ചയാണ് നടക്കുന്നത്. നിങ്ങളൊക്കെയും പലരും ഇന്നലെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുന്ന എക്സാം ആയിരിക്കും ഇത്. ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഏതാണ് നൈസാൻ എന്ന് പറയുന്ന മാസം എന്നാണ് ചോദ്യം. ഒക്കെ എല്ലാവരും എക്സാമിലും ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഏപ്രിൽ മാസത്തിനാണ് നൈസാൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മുഖാബില സ്റ്റാറ്റസ്കോ ഫിലിഞ്ചിരിസിയ. സ്റ്റാറ്റസ്കോ എന്നതിന്റെ അറബി എന്താണെന്നായിരുന്നു ചോദ്യം. നമുക്ക് ഓപ്ഷൻസിലുള്ളത് സുഫൂഫുൽ മൗഖിഫ്, അൽ വദഉ റാഹിൻ, അൽ മൗഖിഫുൽ മുനാസിബ, അൽ ഹാലത്തു സിയാസിയ. ഇവിടെ സുഫൂഫുൽ മൗഖിഫ് ഒരു നിലക്കും യോജിക്കാത്ത ഉത്തരമാണ്. അൽ മൗഖിഫുൽ മുനാസിബ്, മുനാസിബ എന്ന് പറയാൻ പറ്റില്ല, മുനാസിബ് എന്നേ പറയാൻ പറ്റുള്ളൂ. നഹവിയായിട്ട് അൽ മൗഖിഫുൽ മുനാസിബ് എന്നേ പറയാൻ പറ്റുള്ളൂ. അൽ മൗഖിഫുൽ മുനാസിബ് എന്ന് പറഞ്ഞാലും മീനിങ് ഇല്ലാത്ത, മീനിങ് ലെസ് ആയിട്ടുള്ള സംഗതിയാണ്. സുഫൂഫുൽ മൗഖിഫ് എന്നുള്ളത് മീനിങ് ലെസ് ആണ്. അൽ ഹാലത്തു സിയാസിയ പൊളിറ്റിക്കൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ എന്താ പറയാ പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്നൊക്കെയും പറയാം. അതൊന്നും ഇവിടെ ഒരു നിലക്ക് യോജിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഉത്തരം ഓപ്ഷൻ ബി അൽ വദഉ റാഹിൻ എന്നുള്ളത് മാത്രമാണ്. സ്റ്റാറ്റസ്കോ എന്നതിന്റെ മീനിങ് നിലവിലെ അവസ്ഥ എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റാറ്റസ്കോ കീപ്പ് ചെയ്യാന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മള്. സാധാരണ നമ്മൾ ഈ TV ചർച്ചയിലും മറ്റൊക്കെ എപ്പോഴും കേൾക്കാറുള്ള ഒരു പദമാണല്ലോ. നിലവിലെ ഒരു അവസ്ഥ, ഇപ്പോഴുള്ള അവസ്ഥ എന്നുള്ളതേ ഉള്ളൂ അതിന്റെ മീനിങ്. അൽ വദഉ റാഹിൻ എന്നുള്ളത് ആണ് അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. നെക്സ്റ്റ്, التعريب الصحيح لمصطلح His Royal Highness Prince. His Royal Highness Prince എന്നതിന്റെ അറബി എന്താണെന്നാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻ ഡി മാത്രമാണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സംഗതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റിന്റെ ഔദ്യോഗിക അഭിസംബോധന രീതികൾ നമുക്കറിയുമായിരിക്കും. നമുക്കെല്ലാരും പോയിട്ട് സാഹിബ് സുമൂവ് എന്നോ അല്ലെങ്കിൽ മാലി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അറബ് ദേശങ്ങളിലൊക്കെയും പദവികളുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ പ്രയോഗങ്ങൾ നടത്തുക. അപ്പോ പദവില്ലാത്ത ഒരാളെ പോയിട്ട് സാഹിബ് സുമൂവ് അല്ലെങ്കിൽ മാലി എന്നൊന്നും പറഞ്ഞാൽ അതൊരിക്കലും നമ്മൾ പൊട്ടന്മാരാണെന്ന് വിചാരിക്കുള്ളൂ. പദവിയുള്ള ആളുകളെ പോയിട്ട് സാദ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചിലുമാണ്. അപ്പൊ സാദ അൽ മുഫവ്വിൽ പറഞ്ഞാൽ നമുക്കറിയാം കമ്മീഷണറാണ്. അൽ മുഫവ്വിൽ സ്വാമി എന്ന് പറയുമ്പോൾ ഹൈ കമ്മീഷണറെ സാദ എന്ന് വിളിക്കാം, യാതൊരു കുഴപ്പമില്ല. സാദ എന്ന് ആരെയും വിളിക്കാം. നമ്മളെ കൂട്ടത്തിലൊക്കെ പെട്ട ആളുകളൊക്കെ നമുക്ക് സാദ എന്ന് വിളിക്കാം. അതേസമയം സാദത്ത് സുമു അൽ മലിക്കി എന്ന് പറയില്ല. അതിന്റെ ഉപയോഗം പിന്നെ ശരിയല്ല. നമ്മളെ ഉത്തരത്തിലേക്ക് വരാം. മആലി അൽ അമീർ അസ്സാമി, അത് ഉപയോഗത്തിന് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് എന്നുള്ളതിന്റെ അറബി അല്ല. മാലി എന്നുള്ളത് മന്ത്രിമാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്ഥാനപ്പേരാണ്. മന്ത്രിമാരെയൊക്കെ അഭിസംബോധന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു വേദിയിൽ മന്ത്രി ഇരിക്കുന്നുണ്ടെങ്കിൽ മാലി അൽ വസീർ ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുക. ശ്രീമാൻ എന്നൊക്കെ പറയുന്ന അർത്ഥം. അതാണ് മഹാലി. അതായത് ഏറ്റവും ഉയർന്ന പോസ്റ്റ് അല്ല, ഈ ഉസറായിന്റെ ഒക്കെയും പോസ്റ്റാണ്. സാഹിബ് സുമൂവ് എന്ന് പറഞ്ഞാലാണ് ഏറ്റവും ഉയർന്ന പോസ്റ്റ്. ഒരു ഗവൺമെന്റിലെ ഏറ്റവും ഉന്നത പോസ്റ്റ്. അതായത് പ്രത്യേകിച്ച് ഈ രാജകുടുംബങ്ങൾക്കൊക്കെയാണ് അത് പറയുക. നമ്മളെ നാട്ടിലൊന്നും ആ ഉപയോഗം ഇല്ല. രാജ കുടുംബങ്ങൾക്ക് ആണ് ഇപ്പോ സൗദി രാജാവ്
സൗദി രാജാവിന്റെ മകനാവുന്ന സമയത്താണ് അൽ അമീർ എന്ന പേര് വരുന്നത്. പ്രിൻസ്, ക്രൗൺ പ്രിൻസ് ഒക്കെ ഉണ്ടാവും, വലിയുലാഹദൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അൽ അമീർ. ഇപ്പൊ ഖത്തർ രാജാവിനെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന സൽമാൻ രാജാവല്ലേ, ഇപ്പൊ സൽമാനാണ് തോന്നുന്നല്ലേ. സാഹിബ് സുമു ഷെയ്ഖ് അൽ ഡാഷ് എന്നൊക്കെയാണ് പറയുക. അല്ല, ഇപ്പൊ മുഹമ്മദ് ബിൻ സൽമാനെ കുറിച്ചാണ് വലിയുലാഹദിനെ അഭിസംബോധന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാഹിബ് സുമുവിൽ അമീർ അൽ മലിക്കി മുഹമ്മദ് ബിൻ സൽമാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുക. അപ്പൊ അത്ര വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്നാലും ഇവിടെ പ്രിൻസ് ആണ്. അതോടൊപ്പം റോയൽ ഫാമിലിയിലെ മകനോ മകളോ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ സാഹിബ് സുമു ഒക്കെ പറയുക. അപ്പോൾ അൽ അമീർ പ്രിൻസ് മകനാണല്ലോ, പിന്നെ വലിയുലാഹദാണ് പ്രിൻസ് ആണ്. അപ്പൊ പ്രിൻസിനെ അഭിസംബോധന ചെയ്യാൻ സാഹിബ് സുമു ബിൽ അമീർ അൽ മലിക്കി എന്ന് തന്നെയാണ് പറയേണ്ടത്. ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ്, ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്, ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് എന്ന് തന്നെയാണ് പറയുക. ഹിസ് ഹൈനസ് എന്ന് മാത്രം പറയുന്ന സമയത്ത് അത് മാലി എന്നൊക്കെയും, ഹിസ് ഹൈനസ് മാലികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് തൗസിഉ മുഖ്തസരി AIR ഫിൽ അറബിയ. എക്സ്പാൻഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അബ്രിവേഷൻ, മുഖ്തസർ പറഞ്ഞ അബ്രിവേഷൻ, ഷോർട്ട് ഫോമിന്റെ അറബിയിലുള്ള ഫുള്ള്, അതായത് എക്സ്പാൻഷൻ എങ്ങനെയാണ്. AIR എന്ന ഷോർട്ടിന്റെ അറബിയിലെ എക്സ്പാൻഷൻ എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അശ്അത്തുൽ അഖ്മാർ അസ്സിനാഇയ്യ, ഇദാഅത്തു ഉമൂമിൽ ഹിന്ദ്, മർസദുൽ ഹവാഇ വത്തഖ്സ്, ഹൈഅത്തുൽ തയ്റാനിൽ ഹിന്ദിയ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? എല്ലാവരും BN ചെയ്തിട്ടുണ്ട്. നോക്കല്ലേ, നമുക്കിതിന്റെ ഉത്തരത്തിലേക്ക് പോവാം. ഇദാഅത്തു ഉമൂമിൽ ഹിന്ദ് എന്നുള്ളതാണ് ഓൾ ഇന്ത്യ റേഡിയോ അല്ലെ. ഓൾ ഇന്ത്യ റേഡിയോക്കാണ് ഇദാഅത്ത് ഉമൂമുൽ ഹിന്ദ് പറഞ്ഞാൽ ഓൾ ഇന്ത്യ. കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഉമൂമുൽ ഹിന്ദ് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ആണല്ലോ. AI എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടും. ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലെ. ഇതാ റേഡിയോ ആണെന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ളത് ടെക്സ്റ്റിൽ +2 ടെക്സ്റ്റിലുണ്ട് അല്ലെ. ഓക്കെ, ഗുഡ്. അശ്അത്തുൽ അഖ്മാർ സിനായി എന്ന് പറഞ്ഞാൽ, അൽ അഖ്മാർ സിനായി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അൽ അഖ്മാർ സിനായി സാറ്റലൈറ്റ് ആണെന്നുള്ള നമ്മൾ തന്നെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അൽ അഖ്മാർ സിനായി എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ്. അശ്അത്ത് പറഞ്ഞാൽ അതിന്റെ കിരണങ്ങൾ, റൈസിനാണ് പറയുക. അപ്പൊ സാറ്റലൈറ്റ് റൈസ് എന്തായാലും സയന്റിഫിക് ആയിട്ട് ഒരു ടേം ആയിരിക്കും. സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് സാറ്റലൈറ്റ് റൈസ് റൈസ് ശരിക്കും റൈസ് കിരണങ്ങൾക്കാണ് പറയുക. ഓക്കെ, എക്സ്റേ ആണ്. ഓക്കെ, ഗുഡ്. ഞാനതാ കുറെ നേരം ഇങ്ങനെ കിടന്ന് കളിച്ചു, എന്തോ സാധനം ഉണ്ടല്ലോ. എക്സ്റേ ആണ് അല്ലെ. എക്സ്റേ അങ്ങനെയല്ല അങ്ങനെ പറയല്. മർസദുൽ ഹവാഇ വത്തഖ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മുമ്പ് ഒരിക്കൽ ഏത് ക്ലാസ്സിൽ ഓർമ്മയില്ല പറഞ്ഞിട്ടുണ്ട്. മെറ്റിയോളജിക്കൽ ആൻഡ് അറ്റ്മോസ്ഫറിക് ഒബ്സർവേറ്ററിക്കാണ് മർസദുൽ ഹവാഇ വത്തഖ്സ് എന്ന് പറയാം. മർസദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒബ്സർവേറ്ററി, നിരീക്ഷണ കേന്ദ്രം, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനാണ് മർസദുൽ ഹവാഇ വത്തഖ്സ് എന്ന് പറയുക. മെറ്റിയോളജിക്കൽ എന്നാണ് പറയുക. മെറ്റിയോളജിക്കൽ ആൻഡ് അറ്റ്മോസ്ഫറിക്, ഹവാ അറ്റ്മോസ്ഫിയർ, തഖ്സ് പറഞ്ഞാല് ഈ കാലാവസ്ഥ. ഓപ്ഷൻ ഡി ഉള്ളത് ഹൈഅത്തു തയ്റാനിൽ ഹിന്ദിയ, ഇന്ത്യൻ ഏവിയേഷൻ അതോറിറ്റി അല്ലെ. ഇന്ത്യൻ ഏവിയേഷൻ അതോറിറ്റി, ഹൈഅത്ത് അതോറിറ്റി, തയ്റാൻ ഏവിയേഷൻ ഹിന്ദിയ, ഇന്ത്യ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം കാണുന്നുണ്ട്. അതായത് പിന്നെ ഒരു വേർഡ് കൊടുത്തിട്ട് കുറച്ച് സെന്റൻസ് കൊടുക്കുന്നുണ്ട്. ഈ വേർഡ് ഇത് ഏത് സെന്റൻസിലാണ് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ അറബിക്കിലുള്ളതെന്ന് ചോദിക്കണം. പേടിക്കാനൊന്നുമില്ല. മൂന്നും ഫുള്ളൊന്ന് വായിക്കണം എന്നുള്ള ഒറ്റ കടമ മാത്രമേ ഉള്ളൂ. 3 സെന്റൻസും കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം, അത്രേ ഉള്ളൂ. ഇതില് ജാതിബിയ ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കും. ജാതിബിയ പറഞ്ഞാൽ ഗ്രാവിറ്റി ആണ് അല്ലേ. ജാതിബിയ പറഞ്ഞാൽ ഗുരുത്വാകർഷണമല്ലേ. ജതബ പറഞ്ഞാൽ ആകർഷിച്ചു എന്നല്ലേ. ഇതിലാദ്യം ഗ്രാവിറ്റി എന്ന ഒറ്റൊന്നിൽ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. ഇതിൽ ഓപ്ഷൻ പിന്നെ വേറെ അടിയിൽ വേറെ കൊടുത്തിരിക്കുകയാണ്.
ഒന്നാമത്തേല് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി പുൾ ഓഫ് ദി എർത്ത്സ് ഗ്രാവിറ്റി. അതിൽ ഗ്രാവിറ്റി വന്നിട്ടുണ്ട്. ദി ഡെൻസിറ്റി പ്രൊഡക്ഷൻ അപ്രിഷിയബിളി ഹയർ ദാൻ ദി നാഷണൽ ആവറേജ് വന്നിട്ടില്ല. ദി ഡെമോക്രാറ്റിക് സിസ്റ്റം ആർ ബെറ്റർ ദാൻ ദി ഡിക്ടാറ്റർഷിപ്സ് ഇതിലും വന്നിട്ടില്ല. ഓപ്ഷൻസിൽ ഓപ്ഷൻ 1 സ്റ്റേറ്റ്മെന്റ് 1 ഫഖത്ത്, അതായത് എ അല്ലേ. ഇവിടെ റെഡ് ചെയ്തിട്ടുള്ളത് മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്താണ് റെഡ് ചെയ്യേണ്ടത് അല്ലെ. ഇവിടെയാണ് ഓപ്ഷൻ എ എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 1 ഫഖത്ത്, 1 ഓൺലി ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം. 2 ഓൺലി ഒരിക്കലും അല്ല. 2 ഒരിക്കലും ജാതി ബിക്ക് സ്യൂട്ടബിൾ ആയ പദമില്ല. 3 ഓൺലി 3 ഒരിക്കലും ഇല്ല. അൽ ജമീ എല്ലാത്തിലും കൂടി ഗ്രാവിറ്റി എന്നുള്ള പദത്തിന് ഇംഗ്ലീഷ് ഒരിക്കലും കൊടുത്തിട്ടില്ല. ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി പുൾ ഓഫ് ദി എർത്ത്സ് ഗ്രാവിറ്റി. നിങ്ങൾ ഫിസിക്സിലും മറ്റൊക്കെ പഠിച്ച സാധനമായിരിക്കും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പിന്നെ എർത്തിന്റെ ഗ്രാവിറ്റിയേക്കാളും ഗ്രേറ്റർ ആണ്, വലുതാണെന്നുള്ളതാണ് അല്ലെ. നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഡെൻസിറ്റി പ്രൊഡക്ഷൻ നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലാണ്. ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ഡിക്ടാറ്റർഷിപ്പിനേക്കാളും നല്ലത് എന്നൊക്കെയാണ് അതിലുള്ളത്. ഓക്കെ, അത് നമ്മളായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളല്ല. അത് അറിയണം, ഇത് മൊത്തം വായിക്കണം ശരിക്ക്. ഇതിലൊക്കെ ജാതീയത്വമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പദം ഉണ്ടോ എന്നുള്ളത് ശരിക്കും നോക്കും വേണം. വളരെ വ്യക്തമാണ്, ഇതിലൊറ്റൊന്നില്ല ജാതീയത്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജുംലത്തുല്ലത്തി വറദ ഫീഹൽ മുസ്ലിം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സാലറി എന്നുള്ളതിന് മുക്കാബിലായ കലിമത്തുള്ള പിന്നെ അറബി സെന്റൻസ് ഏതാണ്, ജുംല ഏതാണ്? മർത്തബത്തുഹു ഫിൽ മുഅസ്സസത്തി ആലിയത്തുൻ ഇന്നഹു ഖറഅൽ അസ്മാഅ ഹസ്ബ തർതീബിൽ അബ്ജദി ലഹു മഈശത്തുൻ മിൻ റാത്തിബിൻ ഷഹരിയൻ മിഹ്നതുഹു തദ്രീസു ഫിൽ ജാമിഅ. ഓക്കെ, ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ഉത്തരം. ഒന്നാമത്തെ നോക്കാം, മർത്തബത്തുഹു ഫിൽ മുഅസ്സസ ആലിയ. പിന്നെ സ്ഥാപനത്തിൽ അവന്റെ പിന്നെ മർത്തബ, അവന്റെ സ്ഥാനം ഉയർന്നതാണ്. അവിടെ ഒരിക്കലും റാത്തിബായിട്ട് ബന്ധപ്പെട്ട ഒരു പദവുമില്ല, സാലറിയായിട്ട് ബന്ധപ്പെട്ട ഒരു പദവുമില്ല. രണ്ടാമത്തത് അബജദി ഓർഡർ തർത്തീബ്, ഓർഡറിൽ പേരുകൾ വായിച്ചു എന്നുള്ളതാണ്. അവിടെയും സാലറി വരുന്നില്ല. ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ മിഹിനത്തുഹു തദ്രീസു ഫിൽ ജാമിയ, അവന്റെ പണി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപനം നടത്തലാണ്. ഇവിടെയൊന്നും സാലറി എന്നുള്ളതില്ല, റാത്തിബ് ഷഹരി എന്നുള്ളതാണ് സാലറി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ട്രാൻസ്ലേഷൻ ഈ പ്രാവശ്യം വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുക. തർജമ അറബിയ സ്വൈദ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ബ്രോഷർ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് പോലെ കറക്റ്റ് കൊടുത്തിട്ടില്ല. അതിൽ വേറെ എന്തൊക്കെ ബോർഗർ എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്, ബ്രോഗർ എന്നോ എന്താ കൊടുത്തിട്ടുള്ളത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു ധാരണ വെച്ചിട്ട് ചെയ്തവരൊക്കെ എ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നഷ്റത്തയിൽ ഓപ്ഷൻ എ ആണ് അതിന്റെ ഉത്തരം അല്ലെ. നഷ്റത്തയിൽ കാണുമ്പോൾ നമ്മൾ മറ്റുള്ളതൊക്കെ നോക്കുമല്ലോ. ഇതാഴത്ത് ഒരിക്കലും ബ്രോഗർ എന്നാവാൻ സാധ്യതയില്ല, ഫാത്തൂറ ഒരിക്കലും ആവില്ല, ശരീഅത്തും ആവില്ല. നഷ്റത്ത് തന്നെ ആ നിലക്ക് കറക്റ്റ് ചെയ്തവരുണ്ടാകും. പക്ഷെ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തള്ളപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നഷ്റത്തേ ഉള്ളൂ. നഷ്റത്ത് പറഞ്ഞാൽ ബ്രോഷർ മറ്റേ അത് പിന്നെ ഫ്ലയറിനൊക്കെ നഷ്റത്ത് എന്ന് പറയും. ഫ്ലയർ, ബ്രോഷർ അതൊക്കെ നഷ്റത്താണ്. ഇതാഴത്ത് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയും, റേഡിയോക്ക് പറയും. അൽ ഫാത്തൂറ പറഞ്ഞാൽ ബില്ലാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ശരീഅത്ത് പറഞ്ഞാൽ സ്ലൈസ് പറഞ്ഞാൽ ഈ ചെറിയ കഷ്ണം. ശരീഅത്തുൽ ഹാത്തിഫ് പറയുമ്പോൾ പിന്നെ മാറി സിം കാർഡായി മാറും. ശരീഅ എന്ന് മാത്രം പറയുമ്പോൾ സ്ലൈസ്. തർജമ അറബിയ സ്വഹീഹ ലിൽ ജുംലത്തിൽ ഇൻജിലിസിയ. ഇതൊരു നഹ്വുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഐ സോ 15 ചിൽഡ്രൻ ഇൻ ദി പ്ലേ ഗ്രൗണ്ട്. നഹ്വുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചെറുതായിട്ട് വലത് തിൽമീദ് തിഫ്ല് എന്നുള്ള ഒരു പദം അവിടെ കാണുന്നുണ്ട്. ഇതിന്റെ മാറ്റമുണ്ട്. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ സി തന്നെയാണ് പറയുന്നത്. ഓപ്ഷൻ സി, റഅയ്തു 15 തിഫ്ലൻ ഫിൽ മലാബ്. റഅയ്തു 15 തിഫ്ലൻ ഫിൽ മലാബ്. ഒന്നാമത്തത് 15 വലദൻ എന്നുള്ളതാണ്. നഹ്വിയായിട്ട് തന്നെ അത് പറ്റില്ല അല്ലേ. രണ്ടാമത്തത് റഅയ്തു 15 തിൽമീദൻ ഫിൽ ഫനായി. തിൽമീദ് എന്നുള്ളതും അവിടെ സ്യൂട്ടബിൾ അല്ല. ഫനാ
വന എന്ന് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട് അല്ല, മുറ്റം, അങ്കണം എന്നൊക്കെയാണല്ലോ അർത്ഥം. നഹ്വി ആയിട്ട് അതില് കുഴപ്പങ്ങളൊന്നും കാണാൻ പറ്റില്ല അല്ലേ. ഓപ്ഷൻ സിയില് റഅയ്തു 15 ത്വിഫ്ലൻ ഫിൽ മലബ് ഓക്കെയാണ്, നഹ്വി ആയിട്ട് ഓക്കെയാണ്. ത്വിഫ്ല് മുദക്കറായപ്പോൾ ഹംസത്ത് മുഅന്നത്തായി. രണ്ടാം ജുസ് അഷർ ത്വിഫ്ലിന്റെ അതേപോലെ തന്നെ അത് മുതാബിഖായി. മൽഅബ് പ്ലേ ഗ്രൗണ്ട് ആണ്, ത്വിഫ്ല് ചൈൽഡ് ആണ്, ഒക്കെ റെഡിയാണ്. പിന്നെ ത്വിഫ്ല് എന്നുള്ളത് മുഫ്രദായിട്ട് വന്നിട്ടുണ്ട്, മൻസൂബായിട്ട് വന്നിട്ടുണ്ട്, തമീസായിട്ട്, അതൊക്കെ റെഡിയാണ്. ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ റഅയ്തു 15 മൊത്തം തെറ്റാണ്. മദ്റജ് എന്നുള്ളതും ഒക്കെ തെറ്റാണ്, നഹ്വി ആയിട്ടും തെറ്റാണ്, പിന്നെ നമ്മുടെ ഇത് പിന്നെ സെന്റൻസിനോടും ബന്ധമില്ല, മദ്റജ് ആകുമ്പോൾ ചേർന്നില്ല. അടുത്ത് നോക്കാം. അൽ ജുംല അല്ലത്തി വറദത് ഫീഹ കലിമത്തുൻ തുഖാബിലു കലിമത്ത അൽ ഉമ്മിയ ഫിൽ ഇജ്ലിസിയ്യ. ഉമ്മിയക്ക് മുഖാബലാകുന്ന കലിമത്ത് ഇതിൽ ഇംഗ്ലീഷിൽ ഏത് സെന്റൻസിലാണ് വന്നിട്ടുള്ളത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാം, ഇന്റർനാഷണൽ മദേഴ്സ് ഡേ, ഇലിറ്ററസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഇൻ ഇന്ത്യ, റിസർവ്ഡ് ഫോർ മദർ ആൻഡ് ചൈൽഡ്. ഓക്കെ, ഗുഡ്. അൽ ഉമ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷരതയല്ല, നിരക്ഷരത അല്ലെ. ലിറ്ററസിയുടെ നേരെ എതിരാണല്ലോ ഇല്ലിറ്ററസി, നിരക്ഷരത അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാറുണ്ടല്ലോ ഉമ്മിയാണ്, വല്ലദി ബഅസ ഫിൽ ഉമ്മിയീന, അതൊക്കെ ഖുർആനിലൊക്കെ ഉണ്ടല്ലോ. റസൂലുൻ ഉമ്മി, നബിയുൻ ഉമ്മി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം നിരക്ഷരൻ അതിനർത്ഥം അൽ ഉമ്മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരക്ഷരത. ഇവിടെ കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാം ഒന്നും ഒരിക്കലും ഒരു നിലക്കും യോജിക്കുന്നില്ല. ഇന്റർനാഷണൽ മദേഴ്സ് ഡേ, മദറൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുമെങ്കിലും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ വകുപ്പില്ല, എല്ലാവർക്കും അറിയായിരിക്കും. റിസർവ്ഡ് ഫോർ മദർ, അവിടെ മദറൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വരാം. പക്ഷെ ഉമ്മിയ പിന്നെ മാതൃത്വം എന്നുള്ളതിന് എന്താ പറയാ? മാതൃത്വം എന്താ പറയാ? കറക്റ്റ്, ഉമൂമ. ഉമൂമ എന്നുള്ളതാണ് മാതൃത്വം, മെറ്റേണിറ്റി എന്നുള്ളതിന് പറയുക. ഓക്കെ, അതിലെ സംശയങ്ങൾക്കൊന്നും വകുപ്പ് കാണില്ല. അടുത്ത നോക്കല്ലേ, അറ്റസ്റ്റേഷൻ എന്നുള്ള പദം വന്നിട്ടുള്ള ജുംല ഏതാണ്? അറ്റസ്റ്റേഷൻ എന്ന പദം വന്നിട്ടുള്ള ജുംല ഏതാണ്? ഇത് വളരെ സിമ്പിൾ ആണ്. എല്ലാ ഓപ്ഷൻസും വായിക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിച്ചേരും. ഓപ്ഷൻസ് പൂർണ്ണമായിട്ടും വായിക്കണം, എന്നാൽ നമുക്ക് കറക്റ്റ് ഉത്തരം ഉറപ്പായിട്ടും കിട്ടും. എലിമിനേഷനൊക്കെ ഉപയോഗിച്ചാൽ മതി, സുഖമായിട്ട് കിട്ടും. എന്തായാലും ഓപ്ഷൻ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ്. നോക്കൂ, ഓപ്ഷൻ എ അസ്വദീഖു ഇൻദൽ ഹാജ, ആവശ്യമുള്ളപ്പോ ഉള്ളവനാണ് കൂട്ടുകാരൻ, ഒപ്പമുള്ളവനാണ് കൂട്ടുകാരൻ. അസ്വദീഖു ഇൻദൽ ഹാജ, സ്വദീഖ് എന്താന്നുള്ള എല്ലാവർക്കും അറിയാം. അതിപ്പോ എന്താ അറ്റസ്റ്റേഷൻ ആവാൻ പോണില്ല, സ്വദീഖ്. അത് ഒഴിവാക്കി. ഓപ്ഷൻ സി എടുത്ത് നോക്കുകയാണെങ്കിൽ അസ്വദുഖു മിൻ ഔസാഫി ശഖ്സിയത്തിൽ ആലിയ, ഹോണസ്റ്റി എന്നുള്ളത്, സത്യസന്ധത എന്നുള്ളത് ഏറ്റവും നല്ല ഗുണമാണ് എന്നുള്ളതാണ്. അതും എല്ലാവർക്കും അതിന്റെ അർത്ഥം കിട്ടിയതിനെക്കൊണ്ട് അത് അറ്റസ്റ്റേഷൻ എന്തായാലും അല്ല. അറ്റസ്റ്റേഷൻ അത്ര വലിയ നല്ല ഗുണം ആവണമെന്നില്ലല്ലോ. തസദ്ദഖ് മിമ്മാ അതാക അല്ലാഹു ഫിദ് ദുനിയ, തസദ്ദഖ് മിമ്മാ അതാക അല്ലാഹു തആല ദുനിയാവിൽ എനിക്ക് തന്നതിനെ നീ സ്വതക്ക ചെയ്യുക. തസദ്ദഖ് മിമ്മാ അതാക അല്ലാഹു ഫിദ് ദുനിയ ഒക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് തസദ്ദഖ് എന്ന അറ്റസ്റ്റേഷൻ ആവില്ല. ആ ഓപ്ഷൻ ബി വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതൊരു ഇത്തരം ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത്. അത്തസ്ദീഖ് അല സിജിൽ തിജാരി മിൻ വാജിബാത്തിൽ ഖുർഫ തിജാരിയ. അൽ ഖുർഫ തിജാരിയ എന്താന്നുള്ള എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയും. ചേംബർ ഓഫ് കൊമേഴ്സിനാണ് അൽ ഖുർഫ തിജാരിയ എന്ന് പറയുന്നത്. അപ്പോ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ് കൊമേഴ്ഷ്യൽ രജിസ്റ്ററിൽ അറ്റസ്റ്റേഷൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സിജിൽ എന്നൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായിക്കോളും. അയ്യു തർക്കീബിൻ യുസ്തഅമലു ബിമാന മഅ ദാലിക, നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ളത് തുസ്തഅമലു എന്നാണ്, നഹ്വിയായിട്ട് തെറ്റാണ്. യുസ്തഅമലു എന്നാണ് വേണ്ടത്. അയ്യു തർക്കീബിൻ യുസ്തഅമലു ബിമാന മഅ ദാലിക, മഅ ദാലികയുടെ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്ന തർക്കീബ് ഏതാണ്? അലർ റുഗ്മി അല്ലെങ്കിൽ അലർ റഗ്മി, അല ലോഇ, അല തിറാസ് ഫി മജാലി. മഅ ദാലിക എന്നിട്ട് കൂടി അല്ലേ,
സ്പെല്ലിംഗ് അല്ല, പിന്നെ തസ്താമിൽ വിചാരിച്ചിട്ട് ചാലഞ്ചിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. മാതാലിക്കറിന ഇൻസ്പൈറ്റ് ഓഫ് എന്നിട്ട് കൂടി എന്നൊക്കെ പറയാറുണ്ട്. അലർ റോമി എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ വായനയിലേക്ക് വരുന്ന സാധനമാണിത്. അലാ ദൗഇന്റെ ലൈറ്റ് ഓഫ് എന്നുള്ളതാണ് അതൊരിക്കലും മാതാലിക്കയുടെ അർത്ഥത്തെ ഇന്നതിന്റെ വെളിച്ചത്തിൽ, ഖുർആന്റെ വെളിച്ചത്തിൽ എന്നൊക്കെ പറയല്ലോ. അലാ തിറാസി പറഞ്ഞ ഇന്ന സംഗതിയുടെ മോഡലിൽ, അലാ ഖിറാരി, അലാ തിറാസി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഫീ മജാരി പറഞ്ഞ ഇന്ന ഫീൽഡിൽ, ഇൻ ദ ഫീൽഡ് ഓഫ് ഡാഷ് എന്നൊക്കെയാണ്. അതൊന്നും മാതാലിക്കയുടെ അർത്ഥമായിട്ട് വരില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വീക്ഷണം എന്നല്ലേ, അലാ ലോയർണ ഇൻ ദി ലൈറ്റ് ഓഫ്, ഇന്നതിന്റെ വെളിച്ചത്തിൽ എന്നർത്ഥം. അപ്പൊ ഇത്രയുമാണ് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനും കൂടി നോക്കാം. അതും കൂടി കഴിഞ്ഞാൽ അതിലേറെ എളുപ്പമായിട്ട് മാറും. എല്ലാവർക്കും മിക്കവാറും സ്കൂളിൽ കിട്ടി കയറേണ്ട അപ്പോയിന്റ്മെന്റ് ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. വായിച്ചു നോക്കാം. ഇഖ്റയിൽ ഫഖറ വാജിബിൽ അസ്ലത്തിലാത്തിയ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് ആൻസർ ചെയ്യുക. പാരഗ്രാഫൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോയാൽ മതിയാവും അല്ലേ. വായിക്കാൻ ആകെ 2 വരെയുള്ളൂ വായിക്കാൻ, കൂടുതലൊന്നും വായിക്കാനില്ല. ലിൽ ഖിറാഅത്തി ഫവായിദു അദീദ, വായനക്ക് കുറെ നേട്ടങ്ങളുണ്ട്, ഫായിദകളുണ്ട്. മിൻഹ, ഓരോ നേട്ടങ്ങളെ കുറിച്ച് പറയാണ്. ഒന്നാമത്തെ നേട്ടം സിയാദത്തുൽ മാരിഫ, കുറെ അറിവ് കിട്ടും, നല്ല അറിവ്, നോളജ് കൂടുതൽ കിട്ടും. രണ്ടാമത്തെ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഹ്ഫീസു ദിമാഗ്, നമ്മുടെ ബ്രെയിനിനെ മോട്ടിവേറ്റ് ചെയ്യും, തലച്ചോറിനെ അതിന് നല്ല പോസിറ്റീവ് എനർജി, അതിന് മോട്ടിവേഷൻ നൽകും. തഹ്ഫീസ് പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യും. അതായത് അൽ ഖിറാഅത്തു തുഅസ്സിറു അലാ സിഹത്തി ദിമാഗി, ബ്രെയിനിന്റെ ആരോഗ്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും വായന. അപ്പൊ വായിക്കുന്തോറും നമ്മുടെ ബ്രെയിൻ നല്ല ആരോഗ്യവാനായിരിക്കും. തുഖല്ലിലു മിൻ ഖത്റിൽ ഇസ്വാബത്തി ബിസ്സഹാമിർ, അൽഷിമേഴ്സ് ബാധയുടെ അപകടത്തിൽ നിന്ന് വായന പിന്നെ അപകടം കുറയ്ക്കും. തുഖല്ലിലു മിൻ ഖത്രി, അപകടം കുറയ്ക്കും, അൽ ഇസ്വാബത്തി ബിസ്സഹാമിർ, അൽഷിമേഴ്സ് ബാധയുടെ. വായന നന്നായിട്ട് നടത്തുന്ന ആളുകൾക്ക് അൽഷിമേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ആരോഗ്യശാസ്ത്രമൊക്കെ പറയുന്നത്. സഹാമിറിന് അൽഷിമേഴ്സ്. അസ്വാബ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുക, അഫക്റ്റ് ചെയ്യുക, ബാധിക്കുക, എന്തെങ്കിലും രോഗമൊക്കെ ബാധിക്കുന്നതിനാണ് അസ്വാബ ബി എന്ന് പറയുക. അതുപോലെ മൂന്നാമത്തെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ തഖ്ഫീഫ് മിന തവത്തുർ, ടെൻഷൻ കുറയ്ക്കും. ടെൻഷൻ നന്നായിട്ട് വായിക്കുന്ന ആളുകൾക്ക് ടെൻഷൻ കുറയാണ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും കൂടുണ്ടെങ്കിൽ അവരിതിൽ നിന്ന് പുറത്താണ്. അൽ ഖിസസു റിവായാത്തു ഖദ് തഅഖുദു ശഖ്സ ഇലാ ആലമിൻ ആഖർ, ഈ കഥകളും നോവലുകളൊക്കെ വ്യക്തിയെ മറ്റൊരു ലോകത്തേക്ക് നയിക്കും. വതർബിതുഹു ബി അഹ്ദാത്തിൽ ഖിസ്സ, ആ കഥയിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് അവന് ഒരു ബന്ധമുണ്ടാക്കും. അവനും തന്നെ ഇത്തരം സംഭവങ്ങളിലൊക്കെ കടന്നുപോയി എന്നുള്ള തോന്നലുണ്ടാക്കും. ഇത് മിമ്മ യുൽഹീഹി അൻ മുസബ്ബിബി തവത്തുല്ലതൈ, അവന്റെ ടെൻഷന്റെ കാരണങ്ങളെ തൊട്ട് അവനെ ഇൽഹാ ചെയ്യും, അവനെ എന്താ പറയുക, പിന്നെ അശ്രദ്ധനാക്കും. അൽഹായുൽഹി എന്ന് പറഞ്ഞാൽ അശ്രദ്ധനാക്കുക, അൽഹായുൽഹി അശ്രദ്ധനാക്കുക. അപ്പൊ ഈ ടെൻഷൻ ഉണ്ടാകുന്ന ടെൻഷൻ ഉണ്ടാക്കുന്നതിന്റെ അതിന്റെ കോസുകളെ തൊട്ട് അവനെ അശ്രദ്ധനാക്കും. വായിക്കുന്ന ഒരാൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നാലാമത്തെ ഒരു പിന്നെ ഫായിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാദത്തു മഖ്സൂനിൽ മുസ്തലഹാത്ത്, ധാരാളം ഭാഷാപരമായിരിക്കുന്ന സംജ്ഞകൾ, ടേംസുകളുടെ ഒരു സ്റ്റോറേജ് തന്നെ ഉണ്ടാകും. വഹാദൽ അംറു യുസായിദുൽ ഖാരിയ ഫീ ഇഖ്റാഇൽ ഖുർആൻ, ഭാഷയെ ഇഖ്റാ ചെയ്യുന്നതിൽ വായനക്കാരനെ സഹായിക്കും ഈ കാര്യം. അഞ്ചാമത്തെ ഒരു ഫായിദ, ഇഖ്റാ എന്ന് പറഞ്ഞാൽ സമ്പന്നമാക്കാന്ന് കേട്ടോ. ഇഖ്റാ സമ്പന്നമാക്കുക, ഭാഷ സമ്പന്നാക്കുക. അഞ്ചാമത്തെ ഒരു ഫായിദ പറഞ്ഞാൽ തഖ്വിയത്തു ദാക്കിറ, മെമ്മറി പവർ ശക്തിപ്പെടുത്തും. ഇന്ദമാ യതമു ഖിറാഅത്തു കിതാബിമ, ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ യതിമു തദക്കുറു ബഅദുൽ അഹ്ദാത്തില്ലത്തി തർതബിതു ബിബഅദിഹ, പരസ്പര ബന്ധമുള്ള സംഭവങ്ങളിൽ നിന്ന് ചിലതിനെ ഓർത്തെടുക്കാൻ സഹായിക്കും, അത് ഓർത്തെടുക്കാൻ കഴിയും. അതായത് നമ്മളെ ഓർമ്മശക്തിയെ അത് തഖ്വിയത്ത് ചെയ്യും, അത് എന്താ പറയാ, ശക്തിപ്പെടുത്തും എന്നർത്ഥം. ഇത്രയുള്ള സംഗതി. നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോവാം.
അലാമ തദുല്ലു മാ ഫീ ഹാദിഹിൽ ജുംല ഇൻദമാ യത്തിമു ഖിറാഅത്തു കിതാബിമ്മ. ഇങ്ങനെ വായിക്കുമ്പോൾ അത് ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. വായിക്കാതെ എക്സാമിൽ ഒരാളൊന്നും വായിക്കൂലല്ലോ. വായിക്കാതെ ഉത്തരം ചെയ്യാൻ പറ്റണം. വായിച്ചു കഴിഞ്ഞാൽ കിതാബിമ്മ എന്ന് ഞാനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യം തന്നെ ചോദിക്കുന്നതിന് പ്രസക്തി ഇല്ല. അതൊക്കെ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി തന്നെയാണ്. മാൽ ഇബ്ഹാമിയ, ഏതോ ഒരു കിതാബ്. മുബഹമാക്കി പറയാം അല്ലെ. കിതാബിൻ പറഞ്ഞ ഏതോ ഒരു കിതാബ്, ഏതെങ്കിലും സ്പെസിഫിക് കിതാബല്ല, ഏതൊരു കിതാബും. അങ്ങനെയാണ്, ഏതൊരു കിതാബും എന്നർത്ഥം. ഓക്കെ. ഇസ്തിഫാമിയത്തല്ല, ഒരിക്കലും ആവില്ലല്ലോ. ഇസ്തിഫാമിയത്തൊന്നും ബാക്കിൽ അതിന്റെ അദാത്തിനെ കൊണ്ടുപോയിടൂല. മൗസുലയുടെ അല്ല, ഒന്നും അങ്ങനെ ബാക്കിൽ വരില്ല. മാൽ മസ്ദരിയ അതൊന്നും അങ്ങനെ പിന്നിൽ വരില്ല. നമുക്കറിയാമല്ലോ പിന്നിൽ വരുന്ന ഈ ബഹാമിയത്താണ്. ഓക്കെ. അസ്സഹാമിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? ടെക്നീക്കാണോ, എന്തെങ്കിലും സ്ട്രാറ്റജി ആണോ, ഇതിനുള്ള അമ്രാളാണോ, അല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും ഉപകരണമാണോ? ഓക്കെ, ഇത്ര നോക്കല്ലേ. അൽഷിമൈസ് അമ്രാദിൽപ്പെട്ടതാണ് അല്ലെ. ഓക്കെ ഓക്കെ, അപ്പൊ അമ്രാദിൽപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ലൈസ മിൻ മഫ്ഹൂമി കലിമത്തി അദ്ദിമാവ്. ഇത് ദിമാവ് എന്നതിന്റെ സങ്കല്പത്തിൽ പെടാത്തതുണ്ട്. ഉത്തരം സിമ്പിൾ ആണല്ലോ അല്ലെ. ദിമാവ് പറഞ്ഞ ബ്രെയിനാണ്. അക്കല്, അത് അക്കല് ബ്രെയിൻ ആണെന്നുള്ള ഉറപ്പാണല്ലോ. ബ്രെയിനിലാണല്ലോ ഈ ഇൻഫർമേഷൻ ഒക്കെ സ്വീകരിക്കുകയും അതിനെ കോഡ് ചെയ്ത് രാശിയാക്കുന്നത് അക്കലാണല്ലോ. ലുബ് പറഞ്ഞാലും അക്കൽ തന്നെയാണല്ലോ. ലുബുൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി തന്നെയാണ്. അതിന്റെ മുഖ് മജ്ജ, മജ്ജയാണ് ശരിക്കും. ദിമാഗ് എന്ന് പറഞ്ഞാൽ മജ്ജയാണല്ലോ. ഇതിലിപ്പോ രക്തം, ദിമാഗ് മാത്രമാണ് ഇതിന്റെ മഫ്ഹൂമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സി ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം. ദെൻ നെക്സ്റ്റ് ചോദ്യം. മാന ഖദ് ഫീ ഹാദിഹിൽ ജുംല അൽ ഖിസസു വറിവായത്തു ഖദ് തഅഖുദു അശ്ശഖ്സ. അവിടെ ഖദ് അതെന്തർത്ഥത്തിനാ വന്നിട്ടുള്ളത്? അതിന് നഹ്വിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് മാദിന്റെ ഒപ്പം വരുമ്പോൾ അർത്ഥം ഉണ്ടാവും, മുദാരിന്റെ ഒപ്പം വരുമ്പോൾ പല അർത്ഥങ്ങൾ ഉണ്ടാകും. ഓക്കെ, എല്ലാവരും ഒന്ന് ആൻസർ ചെയ്താൽ നന്നാവും. ഓക്കെ, ഇതിനാണ് ഉത്തരം. തഖ്ലീലാണല്ലേ. ഇതിലിപ്പോ ഉത്തരം നോക്കാനുള്ളൂ. അതിന്റെ ശേഷം മുദാരിയ വരുന്നത് തഖുദു. പിന്നെ തൈക്കീത് എന്തായാലും ആവില്ല. തൈക്കീത് മാദിന്റെ ഒപ്പം വരുമ്പോഴാണല്ലോ തൈക്കീതിന്റെ ഉറപ്പായി എന്നുള്ള അർത്ഥം വരിക. പിന്നെ തഹീറും തൻഫീറൊന്നും അങ്ങനത്തെ ഒരു മായനെ അതിനില്ല, എവിടെ ഇല്ല. നമ്മൾ പുതുതായിട്ട് കൊടുക്കേണ്ടി വരും. തഖ്ലീല് അതുപോലെ തന്നെ തക്സീർ, അതുപോലെ എന്താണ്, ഇതൊക്കെ മുദാരിന്റെ അർത്ഥത്തിന് വരുന്നതാണ്. മുദാരിനോടൊപ്പം വരുമ്പോൾ കദിന്റെ അർത്ഥത്തിന് വരുന്നതാണ്. തഖ്ലീൽ പറഞ്ഞാൽ വളരെ ചുരുങ്ങി ഖദ് എപ്പോഴെങ്കിലൊക്കെ എന്നർത്ഥം. ഓക്കെ, തഖീറും തൻഫീറൊന്നും ഇല്ല. കദിന്റെ മാനയിൽ തഖീറും തൻഫീറൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് ഒരിക്കലും ആവൂല. പിന്നെ തഖ്ലീലിനെ കുഴപ്പമുള്ളൂ. അതിലും ഇത് വായിച്ച ഈ നസ് വായിച്ച ആള് തഖ്ലീലാണ് അവിടെ മനസ്സിലാക്കിയത്. അവിടെ തക്സീറിന് കൊടുക്കുകയാണെങ്കിലും അത് ഓപ്ഷനൊക്കെ ആവും. തക്സീറിന് കൊടുക്കാത്തതിനോണ്ട് നമുക്ക് പോയി തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, യുൽഹി അവിടെ നമ്മള് അൽഹ യുൽഹി എന്ന് പറഞ്ഞല്ലോ. മുഷ്തഖും മിൻ. യുൽഹി എന്നുള്ളത് എന്തിൽ നിന്ന് നിഷ്പന്നമായിട്ടുള്ളതാണ്. ഇൽഹ ആണോ, ഈല ആണോ, ഈഹ ആണോ, ഈവാഹ? അൽഹ യുൽഹി എന്നുള്ളത് ഉറപ്പായിട്ടും ഇൽഹ ഇൽ എന്ന് തന്നെയല്ല. അൽഹ യുൽഹി, ഇൽഹ അശ്രദ്ധനാക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ, അതില് ക്ലാരിഫിക്കേഷന്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്ത ചെറിയൊരു കവിതയാണ്, രസകരമായിട്ടുള്ള ഒരു കവിത. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കവിത ജസ്റ്റ് ഒന്ന് വായിക്കുക, അർത്ഥം പറയാം, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലേ. സൂസുൻ ഖാല യാ അത്ഫാൽ ഇന്നി അർആ വസ്തൽ മർജ് ലൗനി അബിയദു മിത്ലു തൽജ് അസ്ലി ബീളത്തുൻ വസ്തൽ ഗൈദ അമ്മാ നസബി ഫദ്ദീക് വബി ഉമ്മി തഹ്മീനി മിമ്മാ യുദീനി ഹിയ നൂറു ഹയാതി നബഉൽ ഖൈറാത്ത് വതആമിൽ ഹബ്ബ് ശുക്രൻ യാ റബ്ബ്. സൂസുൻ ഖാല, ചെറിയ കുഞ്ഞ് മറ്റേ കോഴിക്കുട്ടി, കോയിന്റെ കുട്ടിക്കാണ് സൂസ് എന്ന് പറയാം. സൂസ് പറഞ്ഞാൽ കോയിന്റെ കുട്ടി, ചെറിയ കുട്ടി, കുഞ്ഞിക്കുട്ടി. സൂസ് പറഞ്ഞു, യാ തുഫാല്, കുട്ടികളെ, മക്കളെ, ഇനി ആ വസ്തൽ മറിച്ച്, ഞാൻ ഈ പുൽമേടകളിലൂടെ എങ്ങനെ നടക്കും, മേഞ്ഞു നടക്കും, എങ്ങനെ
നടക്കും. ലൗനി അബിയതു മിഥുലു സൽജ്, എന്റെ നിറം വെള്ള നിറമാണ് ഹിമ കണം പോലെ, അല്ലെങ്കിൽ മഞ്ഞിന്റെ നിറം പോലെയാണ് എന്റെ നിറം. അസ്ലി ബീള, എന്റെ അസ്ല് കോഴിമുട്ടയാണ്, കോഴിമുട്ടയിൽ നിന്നാണ് ഞാൻ ഉണ്ടാവുന്നത്. വസ്തൽ കൈല, കോഴിമുട്ട ഉണ്ടാവുന്നത് ഒരു കുറ്റിക്കാടിന്റെ നടുവിലാണ്. അമ്മ നസബി ഫദ്ദീഖു അബി, എന്റെ നസബ് പറയുകയാണെങ്കിൽ എന്റെ ബാപ്പ പിന്നെ പൂവങ്കോയാണ്. ഉമ്മി തഹ്മീനി മിമ്മ യോദീനി, എന്റെ ഉമ്മ എന്നെ എല്ലാ അദായിൽ നിന്നും, എന്നെ പ്രയാസപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കും. ഉമ്മി തഹ്മീനി മിമ്മ യോദീനി. ഹിയ നൂർ ഹയാത്തി, ഉമ്മയാണ് എന്റെ ജീവിതത്തിന്റെ പ്രകാശവും. നബഉൽ ഖൈറാത്ത്, എന്റെ സകല നന്മകളുടെയും ഉറവിട കേന്ദ്രം ഉമ്മയാണ്. അപ്പൊ ത്വാമി അൽ ഹബ്ബു, എന്റെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഹബ്ബു, ഹുബ്ബല്ല കേട്ടോ, അൽ ഹബ്ബു. ഈ ഗോതമ്പ് മണി അതൊക്കെയാണ് ഈ എന്താ പറയാ, പിന്നെ ഹബ്ബാണ്. ശുക്രൻ യാ റബ്ബു, ധാന്യം. യെസ്, ഹബ്ബാണ് ധാന്യം. ശുക്രൻ യാ റബ്ബു, അത്രേ ഉള്ളൂ. മർജ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സറാബ്, സറാബ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ബിറക്കത്ത് അല്ലെങ്കിൽ ബറക്കത്ത് എന്നും പറയാം. അർലുൻ ദാത്തു നബാത്ത്. ഓക്കെ, നമുക്കിതിന് ഉത്തരം നോക്കാം. അർലുൻ ദാത്തു നബാത്ത്, അർലുൻ ദാത്തു നബാത്ത്, അതാണ് മർജിന്റെ. കുറ്റിക്കാട് നമ്മൾ പറഞ്ഞില്ലേ, അല്ല കുറ്റിക്കാടല്ല, മർജ് പറഞ്ഞാല് പുൽമേട. ഈ പാറല്ല എന്നർത്ഥം, പുല്ലൊന്നും മുളയ്ക്കാത്ത സ്ഥലമല്ല എന്നർത്ഥം. അതിനാണ് മർജ് എന്ന് പറയാം. സറാബ് മരീചികാണ്, അതൊരിക്കലും ഇവിടെ യോജിക്കൂല. ബിർക്കത്താണെങ്കിലും ബർക്കത്താണെങ്കിലും യോജിക്കൂല. ബിർക്കത്ത് കിണറ്, ബർക്കത്ത് പറഞ്ഞ ബർക്കത്ത് തന്നെ. തക്കമ്പുർ, അഹങ്കാരം, അത് നമ്മുടെ യോജിക്കൂല. അപ്പൊ അർളും ദാത്തുന ഭാഗത്ത് മാത്രമേ യോജിക്കൂ. ഞാൻ മരീചിയെ കൂടി നടന്നു പോകുന്നുള്ളത് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ. ബിർക്കത്ത് കൊളാട്ടോ, സോറി, കുറെ നേരം പൊട്ടത്തെറ്റ് ഇങ്ങനെ പറയണല്ലേ. ബിർക്കത്ത് കൊളാണ്, ബേറാണ് കിണർ കേട്ടോ, ബേറ് ആബാറാണ് കിണർ. അതിന്റെ പൊട്ടത്തെറ്റ് ഇങ്ങനെ ആസ്വദിച്ച് കേൾക്കുകയും തോന്നുന്നുണ്ട്. സൂസ്, സൂസിന്റെ ജമ്മ എന്താണ്? സവാസിയാണോ, സീസാനാണോ, സവായിസ് ആണോ, സയാസിയാണോ? ദൂത് ദീദാനൊക്കെ പോലെ സൂസ് സീസാൻ ആണ് അല്ലെ. സീസാൻ ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം. നെക്സ്റ്റ് നോക്കാം. ഇഖ്തർ കലിമത്തൻ ലാ തതഅല്ലഖു ബിൽ ഹബ്ബി, ഇതിൽ ധാന്യമല്ലാത്തത് ഏത്? ധാന്യമല്ലാത്തത് ഏതാണ്? ധാന്യമല്ലാത്തത് ഏതാണെന്നല്ല, ധാന്യവുമായി ബന്ധപ്പെട്ടതല്ലാത്ത കലിമത്തേത്? ധാന്യം എന്നല്ല, ധാന്യവുമായി ബന്ധപ്പെടാത്ത കലിമത്തേത്? ഓക്കെ, ഉത്തരം അൽ മവദ്ദ, സ്നേഹം അല്ലേ. സ്നേഹം ധാന്യമായിട്ട് ഹുബാണെങ്കിലും മവദ്ദ ഒക്കെ ആയിരുന്നു. ഹബ്ബാവുമ്പോ മവദ്ദ ഓക്കാവില്ല. ഇനി ഹുബ് എന്ന് ആരെങ്കിലും കണ്ടിക്കണമെങ്കിൽ മവദ്യം കൂടി കണ്ട് കാണുമ്പോ ചിലപ്പോ പാക്കും. ഹക്കല്, പാടം, ധാന്യം ഉണ്ടാവണമെങ്കിൽ പാടം വേണം. റുസ്, അരി, അത് ഹബ്ബാണ്. സുംബുലത്ത്, കതിര്, അതൊക്കെ ആയിട്ടും ഹബ്ബായിട്ട് ബന്ധപ്പെട്ടതാണ്. മവദ്ദത്ത്, സ്നേഹം, ഹുബായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും, അല്ല ഹബ്ബായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും ഹുബായിട്ട് ബന്ധമുണ്ട്. ഇവിടെ ഹബ്ബ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, മാ മുത്തറാദിഫുൽ ഗൈള, ഗൈളത്തിന്റെ മുത്തറാദിഫ് സിനോണിം എന്താണ്? ഓക്കെ, ഉത്തരം അൽ അജമ എന്നുള്ളതാണ്. അൽ അജമ, സിംഹമടക്കൊക്കെ പറയില്ലേ, ആജാം എന്നൊക്കെ നമ്മളെ കവിതയിലൊക്കെ പാടല്ലേ, നമുക്ക് ബലാഗയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആജാം, സിംഹമടക്കൊക്കെ പറയും. അജമത്ത് സിംഹമടക്ക് പറയും. കുറ്റിക്കാട്, ചെറിയ കുറ്റിക്കാടിനും അജമത്ത് പറയും. അൽ ഗൈള അതേ അർത്ഥം തന്നെയാണ്, ചെറിയ കുറ്റിക്കാട്, പൊന്തക്കാടല്ല കുറ്റിക്കാട്. ഓക്കെ, ഇവിടെ ഗളബും ഗൈളാണെങ്കിൽ, അതായത് ലാദല്ല, കുൽ മൂത്തൂബി ഗൈലിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഗൈളാണെങ്കിൽ ഗളബുമായിട്ട് അതിന് ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ഇവിടെ ഗൈളത്താണ്. പിന്നെ ഏതായാലും ഒരു ബന്ധമില്ല. അൽ ഫിനാഉ ആണെങ്കിലും, ഫിന ആണെങ്കിലും ഫന ആണെങ്കിലും ഒന്നും, ഫിന എന്ന് പറഞ്ഞാല് അങ്കണം, മുറ്റം. ഫന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഒന്ന് ലയിച്ചു ചേരുക, അതൊരു മുസ്തലഹാണ്. അപ്പൊ അതൊന്നായിട്ടൊരു ബന്ധമില്ല, മാത്രമായിട്ട് ബന്ധമുള്ളൂ.
മനിൽ മുറാദു ബി നബഇൽ ഖൈറാത്ത്. ഒരാളെ കുറിച്ച് അവിടെ നന്മകളുടെ ഉറവിട കേന്ദ്രം എന്നൊക്കെ പറഞ്ഞല്ലോ, അതാരെ കുറിച്ചാണ്? ആരാണ് അതിന്റെ മുറാദ്? ആരാണ്? ഭക്ഷണമാണോ, ദീലത്താണോ, ഉമ്മാണോ, സൂസാണോ? ഓക്കെ, ഗുഡ്. ഉത്തരം എല്ലാവരും പറഞ്ഞിട്ട് സി ആണ് ഉത്തരം അല്ലെ? സി ആണ് ഉത്തരം. ഉമ്മയാണ് നബഉൽ ഖൈറാത്ത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയും വരാനുണ്ട്. സോ ലാ തഅസവ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. ഉള്ള ശരിയായി വിചാരിച്ചിട്ട് സന്തോഷിച്ച് ഉത്തിരിക്കും വേണ്ട. ചിലപ്പോ PSC കിട്ടാതിരിക്കലായിരിക്കും ഖൈറ്. അതുകൊണ്ട് ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യാതിരിക്കുക. ഖുർആനിക വചനമാണ് അത്. നിങ്ങൾക്ക് നന്മയുള്ളതേ അള്ളാഹു താല വിധിക്കുകയുള്ളൂ. അവൻ നിങ്ങളെ കുറിച്ച് ഏറ്റവും അറിയുന്നവരാണ്. വഹുവ അലമു ബിക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഓക്കെ, അത് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക്സ്. ജസാക്കുമുല്ലാഹു ഖൈറ ജസാ വശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.